മനോഹരമായ ഓർക്കസ്ട്രയിൽ പലവിധ ഉപകരണങ്ങളുണ്ടാകും. ഇത് ആരംഭിക്കുന്നതിന് മുമ്പ് ഓരോ ഉപകരണങ്ങളും തനിയെ ഇരുന്ന് അവർ ട്യൂൺ ചെയ്യും. എന്നാലാണ് മനോഹരമായിട്ടുള്ള ഒരു സംഗീതം പുറപ്പെടുവിക്കാൻ പറ്റുക. അല്ലെങ്കിൽ അപശബ്ദങ്ങൾ കടന്നു വരും. ഇതുപോലെ യേശു തനിച്ചായപ്പോൾ ശിഷ്യന്മാർ ട്യൂൺ ചെയ്യാൻ യേശുവിൻ്റെ അരികിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ്. ഞാൻ തനിച്ചാകുമ്പോൾ എൻ്റെ ജീവിതത്തെ ട്യൂൺ ചെയ്യാൻ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്നുള്ളതാണ്. ഭർത്താവിൻ്റെ മുമ്പിൽ തനിയെ ഇരുന്ന് സംസാരിക്കാൻ, ഭാര്യയുടെ മുമ്പിൽ കുറച്ചു സമയം തനിയെ ഇരുന്ന് സംസാരിക്കാൻ, മക്കളെ ചേർത്ത് വെച്ച് അവരുടെ മുഖത്തോട് മുഖം ഇരുന്ന് കുറച്ചു സമയം സംസാരിക്കാൻ, അങ്ങനെ ട്യൂൺ ചെയ്യുന്ന ഒരു കുടുംബം, ട്യൂൺ ചെയ്യുന്ന ഒരു ജീവിതമായിട്ട് മാറാൻ എൻ്റെ കുടുംബത്തിലെ അപശബ്ദങ്ങൾ പുറപ്പെടുകയില്ല. അവിടെ പല അർത്ഥങ്ങളും മനസ്സിലാകും. ഹൃദയം തുറക്കും. നിശബ്ദമായിരിക്കുമ്പോഴാണ് ഹൃദയം തുറക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ ശബ്ദഹോലാഹലങ്ങൾക്കിടയിൽ എനിക്ക് ആരെയും മനസ്സിലാക്കാൻ പറ്റുകയില്ല. ചിന്തിച്ചു നോക്കാം.